ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഗ്രീഷ്മയെ ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം അവരെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുക. പ്രത്യേകിച്ച് വികാര വിക്ഷുബ്ധയൊന്നുമല്ല, ഏതെങ്കിലും വൈകാരിക ഭാവങ്ങളൊന്നുമില്ലാതെ, ആരോടുമൊന്നും പ്രതികരിക്കാതെ നിർവികാരയായാണ് അവരെല്ലാ ഫോർമാലിറ്റീസിനും നിന്ന് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റം ഉണ്ടായില്ല. കോടതി അവർക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ മുഴുവൻ വായിച്ചു കളിപ്പിക്കുമ്പോൾ ഒരു ഭാവവ്യത്യാസം ഉണ്ടായില്ല. അതിനുശേഷം പരമാവധി ശിക്ഷയായ തൂക്കുകയർ പ്രഖ്യാപിക്കുമ്പോഴുമില്ല ഭാവവ്യത്യാസം. സാധാരണ പോലെ അത് കേൾക്കുന്നു, സാധാരണ പോലെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഷാരോണിന്റെ മാതാപിതാക്കൾ കോടതിയിൽ പൊട്ടിക്കരയുകയും തൊഴുകൈകളോടെ ജഡ്ജിയെ നോക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഗ്രീഷ്മ നോക്കി നിൽക്കുക മാത്രം ചെയ്യുന്നു. അവർക്കൊരു ഭാവമാറ്റവും തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇപ്പോൾ 24 വയസ്സേ ഉള്ളൂ, 2 വർഷം ജയിലിൽ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒരു 12 വർഷം കൂടി കഴിഞ്ഞ് 38ാമത്തെ വയസ്സിൽ പുറത്തിറങ്ങിയാലും പ്രത്യേകിച്ച് തനിക്ക് നഷ്ടമൊന്നും തോന്നുന്നില്ല, അതിനുശേഷം താൻ ജീവിച്ചോളാമെന്ന് പറഞ്ഞു. ജീവപര്യന്തമേ അവരിപ്പോഴും പ്രതീക്ഷിക്കുന്നുള്ളൂ. അവരുടെ അഭിഭാഷകൻ ഒരുപക്ഷെ അവരോട് വധശിക്ഷ കിട്ടിയേക്കാം വിചാരണ കോടതിയിൽ നിന്ന്, നമുക്ക് മേൽക്കോടതിയിൽ പോയാൽ അത് ജീവപര്യന്തമാകും, അതിനുള്ള കേസേ ഉള്ളൂ എന്നുള്ള കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഈ വധശിക്ഷാ പ്രഖ്യാപനം അവരെ ഭയചകിതയാക്കുന്നില്ല, അവരെ ഇമോഷണലി എന്ന തരത്തിൽ അവരെ ഹേർട്ട് ചെയ്യുന്നില്ല. അവർ അങ്ങേയറ്റത്തെ ഒരു നിസ്സംഗഭാവത്തോടെ പോലീസിൻ്റെയും കോടതിയുടെയും നിയമ നടപടികൾക്ക് നിന്നു കൊടുക്കുന്നതിൻ്റെ തത്സമയ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ കാണുന്ന ആശുപത്രിയിൽ നിന്നുള്ള കാഴ്ചകളാണ്. സ്വാന്തന ചേരുന്നു. സ്വാന്തന, ആശുപത്രി നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോവുക ഇവരെ? നിഷാദ്, ഇപ്പോൾ ആശുപത്രിയിൽ നടപടിക്രമങ്ങൾ നടന്ന് വരികയാണ്. അല്പസമയം മുമ്പാണ് ഗ്രീഷ്മനെ ഹോസ്പിറ്റലിലേക്ക്, ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വൈദ്യപരിശോധന നടന്നു വരികയാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസവും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള കൂസലും ഇല്ലാതെ ഈ ഒരു നടപടിക്രമങ്ങളോടൊക്കെ മുന്നോട്ടേക്ക് പോകുകയാണ്. ഇവിടെ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇനി കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിലും അറിയാം, യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസമോ ഇനി വിഷമമോ സങ്കടമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ, ഒരു കൂസലും ഇല്ലാതെ ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ്, ഒരു 24-കാരിയുടെ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ ആശുപത്രിയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വൈദ്യപരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അത് പൂർത്തിയാകും. അതിനുശേഷം അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നായിരിക്കും പിന്നീട് മറ്റേതെങ്കിലും പൂജപ്പുര അടക്കമുള്ള ജയിലിലേക്ക് മാറ്റുമോ എന്ന കാര്യത്തിലൊക്കെ പിന്നീടായിരിക്കും, അതിനുശേഷമായിരിക്കും തീരുമാനമുണ്ടാക്കാൻ. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ആദ്യം അവരെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നതെന്നാണ് ഇപ്പോൾ ഇവിടെ പോലീസ് സന്നാഹമൊക്കെ തന്നെ അവരെ കൊണ്ടുപോകാൻ വേണ്ടി ഈ ഒരു നടപടിക്രമത്തിന് ശേഷം കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. എല്ലാവിധ സന്നാഹങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധന പൂർത്തിയാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസും മറ്റ് സന്നാഹങ്ങളും ഒക്കെ തന്നെയും ഇവിടെ മറ്റ് ജയിലിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തന്നെയാണുള്ളത്. അപൂർവമായ ഒരു കേസാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. അല്പസമയം മുമ്പ് നമ്മൾ അത് കണ്ടതാണ്. പക്ഷെ അപ്പോൾ പോലും യാതൊരു തരത്തിലുള്ള ഭാവഭേദങ്ങളോ വ്യത്യാസങ്ങളോ ഇല്ലാതെയാണ് ഗ്രീഷ്മ അതിനോട് പ്രതികരിച്ചത്. അതിനുശേഷം ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഫോർട്ട് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കായിരിക്കും ഇതിനുശേഷം കൊണ്ടുപോകുക എന്നുള്ള ഒരു വിവരങ്ങളാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഒരു വൈദ്യപരിശോധന ഒക്കെ തന്നെയും പൂർത്തിയാകും. അതിനുശേഷമായിരിക്കും അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് കൊണ്ടുപോകുക. ഗ്രീഷ്മയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. അവരോട് ചോദിച്ച് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുകയാണ് ഇപ്പോൾ ഡോക്ടർ എന്നാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന കാഴ്ച. അതിനുശേഷം അവരെ വനിതാ ജയിലിലേക്കോ അതോ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നെന്ന് അറിയണം. ഇപ്പോൾ ഈ കേസിനകത്ത് നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്.